മലയാളത്തിൽ വ്യത്യസ്ത സിനിമകൾ പരീക്ഷിച്ചിട്ടുള്ള സംവിധായകനാണ് വിനയൻ. സൂപ്പർ സ്റ്റാർ എന്ന ചിത്രത്തിലൂടെയാണ് വിനയൻ സംവിധാന രംഗത്ത് കടന്നുവന്നത്. ആകാശഗംഗ, വെള്ളി നക്ഷത്രം, ഡ്രാക്കുള തുടങ്ങിയ ഹൊറർ സിനിമകളെല്ലാം ഒരുക്കിയ അദ്ദേഹം അത്ഭുത ദ്വീപ്, അതിശയം പോലുള്ള വേറിട്ട സിനിമകളും പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. വിനയനും താരസംഘടനകളും തമ്മിലുള്ള പ്രശ്നം ഇന്നും പല ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. മാക്ട സംഘടനയും താരസംഘടനയും വിനയനെ വിലക്കിയിട്ടും അയാൾ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നു. വിലക്ക് നേരിട്ട സമയത്ത് തന്റെ കൂടെ നിന്ന നടന്മാരെ കുറിച്ച് സംസാരിക്കുകയാണ് വിനയൻ. താൻ കൈപിടിച്ചു കൊണ്ടുവന്ന നടന്മാരിൽ പലരും അന്ന് തന്റെ കൂടെ നിന്നില്ലെന്ന് വിനയൻ പറഞ്ഞു. തന്റെ കയ്യിൽ നിന്നും വാങ്ങിയ അഡ്വാൻസ് പലരും തിരികെ തന്നുവെന്നും അവർക്കെല്ലാം സംഘടനയെ പേടിയായിരുന്നുവെന്നും വിനയൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ആ സമയത്ത് തന്റെ സിനിമയിൽ എന്തു വന്നാലും അഭിനയിക്കുമെന്ന് പറഞ്ഞ ഒരേ ഒരു നടൻ മാള അരവിന്ദനാണെന്ന് വിനയൻ പറഞ്ഞു. വിലക്ക് വന്ന് സാമ്പത്തികമായി നഷ്ടമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും മാള അരവിന്ദൻ തന്റെ കൂടെ നിന്നുവെന്നും വിനയൻ കൂട്ടിച്ചേർത്തു. തന്റെ എതിരെ നിന്നവരെല്ലാം തന്നെ തെറ്റുകാരനാക്കിയപ്പോൾ മാള അരവിന്ദൻ തന്റെ കൂടെ തന്നെ നിന്നുവെന്നും എല്ലാ ദിവസവും വിളിച്ച് താൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുമായിരുന്നുവെന്നും തന്റെ 6 or 7 സിനിമകളിൽ മാത്രം അഭിനയിച്ച മാള അരവിന്ദന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും വിനയൻ കൂട്ടിച്ചേർത്തു. അമൃത ടിവിയോട് സംസാരിക്കുകയായിരുന്നു വിനയൻ. ജഗതി ചേട്ടൻ, പപ്പു ചേട്ടൻ, മാളച്ചേട്ടൻ എന്നിവരൊക്കെയായിരുന്നു ആ ജനറേഷനിലെ മികച്ച കോമഡി താരങ്ങൾ. അതിൽ തന്നെ മാളച്ചേട്ടൻ എന്റെ മോശം സമയത്ത് കൂടെ നിന്നിട്ടുള്ള ആളായിരുന്നു. എന്റെ പടത്തിൽ അഭിനയിക്കുവാൻ അഡ്വാൻസ് വാങ്ങിയ പലരും അത് തിരിച്ചു തന്നു. എന്റെ കൂടെ നിന്നാൽ അവർക്ക് അവസരം കിട്ടാതെ പോകുമോ എന്ന പേടിയായിരുന്നു. എന്നാലും ആ സമയത്ത് എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് കരുതി കൂടെ നിന്നത് മാളച്ചേട്ടൻ മാത്രമായിരുന്നു. ഞാൻ കൈപിടിച്ചു കൊണ്ടുവന്ന നടന്മാർ പോലും അന്ന് എന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. പുള്ളി എല്ലാ ദിവസവും എന്നെ വിളിച്ചിട്ട് ഞാൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. എന്റെ 6 or 7 പടത്തിൽ മാത്രം അഭിനയിച്ച പുള്ളിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നിട്ടും എന്റെ കൂടെ നിന്നു, വിനയൻ പറഞ്ഞു.